ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ജോർജിയയിലെത്തിയതിന് ശേഷമുള്ള ഫസ്റ്റ് ഡേ ആണ് നമ്മൾ അബുദാബിയിൽ നിന്ന് ജോർജിയയ്ക്ക് എത്തുന്നതും പിന്നെ ഐബിസ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതും ഹോട്ടലത്തെ വിശേഷങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ദിവസം ഐബിസ് ഹോട്ടലിൽ നിന്ന് ഈവനിങ് ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങി ടിബിൽസിയിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിൽ പോയിരുന്നു. ഈ സ്ഥലങ്ങളൊക്കെ മുന്നത്തെ നമ്മുടെ വീഡിയോസിൽ, അതായത് നമ്മൾ വിൻ്റർ ടൈമിൽ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്നില്ല. പീസ് ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള നാരിക്കൽ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ചിക്കൻ തന്തൂരി പോലത്തെ ഒരു ഐറ്റം, ഈ ഒരു ലോക്കൽ ബ്രെഡും സോഫ്റ്റ് ഡ്രിങ്ക്സും ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ടിബിൽസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നടന്ന് കാണാൻ പറ്റുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. നൈറ്റ് ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാൾക്കാരാണ് ഇവിടുത്തെ ആൾക്കാർ. നൈറ്റിലൊരു പ്രത്യേക വൈബാണ് ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ. ഇതിന് ടിബിൽസിൻ്റെ ഉള്ളിൽ കൂടെ കുറേ സ്ട്രീറ്റുകളുണ്ട്, ഇഷ്ടംപോലെ ഫുഡ് കൗണ്ടേഴ്സും കുറേ ആക്ടിവിറ്റീസും, ആൾക്കാർ പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് കൂടെയൊക്കെ നടന്നതിന് ശേഷം തിരിച്ച് റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. സെക്കൻഡ് ഡേ നമ്മൾ രാവിലെ എണീറ്റ് ഫ്രഷ് ആയതിനു ശേഷം നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്, ജയൻറ്റ് ബൈസിക്കിൾ മോണുമെൻറ്റ്. ഇത് മെയിനായിട്ട് എല്ലാ വ്ളോഗ്സിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ പോയിൻ്റായിട്ട് കാണിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഞങ്ങൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ നിന്ന് തന്നെ കുറേ ടൂറിസ്റ്റ് ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കസ്ബേഗി, ഗുദാവരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഇവിടെ തന്നെ കുറേ ടൂറിസ്റ്റ് ബസ്സുകൾ കാണാം. നമുക്ക് പ്രൈവറ്റായിട്ട് പോവുകയാണെങ്കിൽ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ സിംഗിളായിട്ടൊക്കെ പോകണമെങ്കിൽ ഇവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഗ്രൂപ്പ് ടൂറായിട്ട് കൊണ്ടുപോകും. അവിടുന്ന് പെട്ടെന്ന് തന്നെ നമ്മളൊരു ടാക്സിയിൽ കയറി നമ്മൾ റെൻ്റ് കാർ ഓഫീസിലോട്ട് പോവാണ്. ലാസ്റ്റ് വിൻ്ററിന് നമ്മൾ ജോർജിയയിൽ വന്നപ്പോൾ ജിയോ ഡ്രൈവ് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് കാർ റെൻറ്റിനെടുത്തത്. ഈ പ്രാവശ്യവും നമ്മൾ കാർ അവിടെ നിന്ന് തന്നെ എടുക്കുന്നത്. കാരണം ലാസ്റ്റ് ഇയർ അവരുടെ സർവീസൊക്കെ വളരെ നന്നായിരുന്നു. UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജോർജിയയിൽ കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റും. വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അവരെ ജസ്റ്റ് ഫോം ഫില്ല് ചെയ്യുക. പിന്നെ കാർ റെൻറ്റിന് എടുക്കുമ്പോൾ കാറ് നമ്മൾ ചുറ്റും ഒന്ന് നടന്ന് നോക്കി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു. കാരണം പിന്നെ എന്തെങ്കിലും തട്ടലോ മുട്ടലോ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അവർ ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നടന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഡെപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു $100 ലാസ്റ്റ് ടൈം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ നിന്ന് അവർ ഡെപ്പോസിറ്റ് ഒന്നും വാങ്ങിയില്ല. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നിർത്തിയത് ഈ കാണുന്ന കഫേയിലാണ്. ഈ കഫേ ഉള്ളത് സബാദുരി ഫോറസ്റ്റ് പോകുന്ന വഴിയാണ്. ലാസ്റ്റ് വിൻ്ററിൽ വന്നപ്പോൾ നമുക്ക് മിസ്സായ ഒരു സ്ഥലമാണ് ഈ സബാദുരി ഫോറസ്റ്റ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഓട്ടമിൽ വരുമ്പോൾ എന്തായാലും ഇതുവഴി ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകണം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ കഫേയിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഒരു 10 days ബിഫോർ ഇവർ ഓട്ടമിൻ്റെ പീക്ക് സീസണായിരുന്നു. ആ ടൈമിൽ ഇവിടെ ട്രീസ് ഫുള്ള് കളേഴ്സൊക്കെ മാറി, ലീവ്സൊക്കെ കളേഴ്സ് മാറി, ഓറഞ്ചും യെല്ലോയിലും കാണാൻ നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾക്കത് മിസ്സായിപ്പോയി. ഞങ്ങൾ വന്നപ്പോഴത്തേനും ഏകദേശം ഓട്ടം സീസൺ എൻഡായി തുടങ്ങിയിട്ടുണ്ട്. ഇത് വിൻ്ററിൽ കാണാനൊരു പ്രത്യേക വൈബാണ്. രണ്ട് സൈഡും ഫുൾ സ്നോസ് ആയിട്ട് ഈ കാണുന്ന ട്രീസ് ഫുൾ ബ്രാഞ്ചസിലൊക്കെ സ്നോ ആയിട്ട് വളരെ മനോഹരമായ ഒരു ഡ്രൈവ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഓട്ടം സീസണും വളരെ നല്ലൊരു ടൈമിലാണ് നിങ്ങൾ വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരനുഭവമായിരിക്കും ഇത് കൂടെ ഉള്ള ഈ ഡ്രൈവ്. ഇങ്ങനെ ഇപ്പോൾ ഓട്ടം സീസൺ ഏകദേശം എൻഡായി കൂടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ഇത് കൂടെ ഡ്രൈവ് ചെയ്തിട്ട് അനനൂരി ഫോർട്ടസ് വഴി മെയിൻ റോഡിലേക്ക് കയറുകയാണ് ചെയ്തത്. ടിബിൽസിയിൽ നിന്ന് കാസ്ബേഗി എത്തുന്നവരെയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവിംഗ് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
വഴി ഇവിടെ ഗുദോരിയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ദരിയാലി റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ മെയിൻ ട്രഡീഷണൽ ജോർജിയൻ ഡിഷസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ യൂട്യൂബ് ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അസ്രു വ്ളോഗ്സ് പറഞ്ഞ ഒരാൾ ഇവിടെ പോയിട്ട് ഷിക്മറൂളി പറഞ്ഞ ഒരു ചിക്കൻ്റെ ഡിഷ് കഴിക്കുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്രാവശ്യം പോകുമ്പോൾ അവിടെ ഇറങ്ങണമെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു. അങ്ങനെ മാപ്പ് ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി. വൈബുള്ള ഒരു റെസ്റ്റോറൻ്റാണത്. നല്ല പുറത്തേക്കൊക്കെ നല്ല കാഴ്ചകളും അതുപോലെ ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ നല്ല രസമുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഓർഡർ ചെയ്താണ് ഈ ഒരു ഡ്രിങ്ക്. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് പോലത്തെ ഒരു ഐറ്റമാണ്. ഇത് പല ഫ്ലേവേഴ്സിലുണ്ട്. ഞങ്ങൾ ഈ ഫ്ലേവറാണ് ഇപ്പോൾ വാങ്ങിയത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫുഡ് മെയിൻ ഡിഷ് എത്തി, ഷിക്മറൂളി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഗാർലിക് സോസിലൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു ഐറ്റമാണ്. പിന്നെ ഇവിടുത്തെ നോർമൽ ബ്രെഡും ഉണ്ട് അതിൻ്റെ കൂടെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. നമുക്ക് ഇന്ത്യൻസിന് പറ്റുന്ന ടേസ്റ്റാണോ ചോദിച്ചാൽ ആ ഒരു ടൈപ്പ് തന്നെയാണ്. ഇന്ത്യൻ ഫുഡല്ല ഇത്, പക്ഷെ നമ്മുടെ ടേസ്റ്റിന് പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഒരിക്കൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഞങ്ങൾ മുമ്പ് വന്നപ്പോൾ കിൻകാലിയും കച്ചാപ്പൂരിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തോ അതിനെക്കാട്ടിയും നല്ല ടേസ്റ്റ് തോന്നിയ ഒരു ഡിഷാണ് ഈ ഷിക്മറൂളി. ഫുഡ് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി. നമ്മൾ പോകുന്നത് ജോർജിയ റഷ്യ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റ് കാണാനാണ്. ലാസ്റ്റ് വിൻ്ററിൽ വന്നപ്പോൾ നമുക്ക് ഈ ഹോട്ടലിൻ്റെ കുറേ മുമ്പ് വെച്ചിട്ടുള്ള റോഡ് ബ്ലോക്കായിരുന്നു. നല്ല സ്നോഫോളും സ്നോ അവലാഞ്ച് കാരണം റോഡ് പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊന്നും എത്താൻ പറ്റിയില്ല. ഇപ്രാവശ്യം നമ്മൾ സെക്കൻഡ് ഡേ തന്നെ ഇവിടെ എല്ലാം കവർ ചെയ്യുക എന്നുള്ളൊരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ജോർജിയ റഷ്യ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ കാർ പാർക്ക് ചെയ്യുന്നതിന് ചെറിയൊരു പേയ്മെൻ്റ് ഉണ്ട്. അല്ലാതെ ഇവിടെ വേറെ എൻട്രൻസ് ഫീസൊന്നുമില്ല. നമ്മൾ കാർ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് തന്നെ ഇവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് കാണാം. ഇവർക്ക് ടിബിൽസിയിലൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് എന്തായാലും ക്ലോസ്ഡ് ആണ്. ഇതിനു മുമ്പത്തെ കുറച്ച് വീഡിയോസിലും ഞാൻ ഈ റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയിട്ട് തന്നെ കണ്ടത്. ജോർജിയയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ സ്ഥലം. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഐറ്റിനറി പ്രിപ്പയർ ചെയ്ത് വരികയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂർ പാക്കേജ് എടുത്ത് വരികയാണെങ്കിലും അവർ മെയിൻ ഇമ്പോർട്ടൻ്റായ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പെട്ടതാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളെ കാണാം.
പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡിങ് ഉണ്ട്, പാരാഗ്ലൈഡിങ് ഉണ്ട്, ക്വാഡ് ബൈക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോസും റീൽസ് എടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്, ചെറിയ ഈ ചിപ്സ്, സ്നാക്സ്. പിന്നെ ചെറിയൊരു കഫേ, ഇതിൻ്റെ താഴെയായിട്ടൊരു കഫേ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ഫോട്ടോ പോയിൻ്റ് പോലെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ വേറെ എൻട്രൻസ് ഫീസൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് പാർക്കിങ്ങിന് മാത്രമേ ഫീസ് വരുന്നുള്ളൂ. പിന്നെ ഫോട്ടോ എടുക്കുന്ന ഭാഗത്ത് മാത്രമേ അവരെന്തോ 5 RE എന്തോ നമ്മുടെ നിന്ന് ചാർജ് ചെയ്യുന്നുണ്ട്. താഴെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. നമ്മൾ നേരിട്ട് കാണുന്ന ഭംഗി ഒരിക്കലും ഇവിടെ ഈ ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഇവർ ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോൺ വർക്കാണെങ്കിലും ആർട്ട് വർക്കാണെങ്കിലും ഇതിൻ്റെ പെയിൻറ്റിങ് ആണെങ്കിലും എല്ലാം ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അത് നേരിട്ട് തന്നെ കാണണം. പിന്നെ ഈ ക്ലൈമറ്റ് അല്ല, ഏത് ക്ലൈമറ്റിൽ വന്നാലും ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിപ്പോൾ സ്നോ ടൈമിലാണെങ്കിൽ ഇവിടെ ഫുൾ സ്നോ കവേർഡും അതിൽ ആ സ്നോവിൻ്റെ ഇടയിൽ ഈ സ്ട്രക്ചർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതല്ല സമ്മറിലാണെങ്കിൽ അതിൻ്റേതായൊരു പച്ചപ്പും ഇതൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മൾ വന്നത് ഏകദേശം ഓട്ടം സീസൺ എൻഡായി, അതുകൊണ്ടാണ് ഈ പുറത്ത് ഈ കളറ് ഈ ഒരു ഏകദേശം ഒരു ഓറഞ്ച് കളറിൽ നിൽക്കുന്നത്. അതല്ല സമ്മറിലാണെങ്കിൽ നിറയെ പച്ചപ്പും വിൻ്ററിലാണെങ്കിൽ നല്ല വൈറ്റ് കളറിൻ്റെ ഇടയിലും ഈ സ്ട്രക്ചർ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ഈ സ്ഥലം. ഞങ്ങളെന്തായാലും അവിടുന്ന് കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു.
റഷ്യ ഫ്രണ്ട്ഷിപ്പ് മോണുമെൻറ്റ് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പോയത് കസ്ബേഗിലോട്ടാണ്. കസ്ബേഗിയിലെത്തുമ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നോക്കുമ്പോൾ ടൈമുണ്ട്, അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് ഗർഗറ്റി ട്രിനിറ്റി ചർച്ചും കൂടി കണ്ടിട്ട് വരാം എന്നുള്ള തീരുമാനത്തിലായി. അപ്പോൾ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് കസ്ബേഗിലാണ്. അടുത്ത 2 ദിവസത്തെ സ്റ്റേ കസ്ബേഗിലാണ്. അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ ആൾക്കാരൊക്കെ ജസ്റ്റ് വിളിച്ച് ഇൻഫോം ചെയ്തു ഞങ്ങൾ ലേറ്റ് ആവുമെന്ന്. ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം ഒരു 5 o'clock ഒക്കെ ആയി. മൗണ്ട് കസ്ബേഗിൻ്റെ സ്ലോപ്പിലുള്ള ഗർഗറ്റി ട്രിനിറ്റി ചർച്ചിൻ്റെ അവിടെ എത്തി.
ടോപ്പിലാണ്. ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. ഏകദേശം ഈവനിങ് ആയി നമ്മളെത്തിയപ്പോൾ. അപ്പോൾ ഏകദേശം സൺസെറ്റിൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ 360 വ്യൂ എന്ന് പറയുന്നത് ഒരു കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. ചുറ്റുമുള്ള മൗണ്ടെയ്ൻസൊക്കെ നമ്മൾ ഈ സൺസെറ്റിൻ്റെ ടൈമിൽ ഒരു ഓറഞ്ച് കളർ ഷെയ്ഡിലൊക്കെ കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു. ചർച്ചിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. പക്ഷേ നല്ല റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള ഡ്രസ്സസൊക്കെ വേണം. അതിന് പ്രത്യേക ഡ്രസ് കോഡൊക്കെ ഇവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ തല കവർ ചെയ്യണം, ലേഡീസ് ആണെങ്കിൽ തല കവർ ചെയ്യണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചർച്ചൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ എടുത്ത റൂമിലോട്ട് പോവുകയാണ്. റൂം നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. ഈ മൗണ്ടെയിൻ്റെ ഏകദേശം താഴെയായിട്ട് വരും നമ്മുടെ റൂം. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ജോർജിയത്തെ ഈ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കി വിവരങ്ങൾ, അതായത് ഞങ്ങൾ റൂമിൽ പോയതും പിന്നെ കസ്ബേഗിയിൽ പിന്നെ ഞങ്ങൾ കാണാൻ പോയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.